ഹലോ, എല്ലാവർക്കും റിജൂസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എസ് ജെ ക്യാമിൻ്റെ എക്സ്റ്റേണൽ മൈക്ക് അഡാപ്റ്റർ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ എസ് ജെ ക്യാമിൻ്റെ എല്ലാ മോഡൽസ്ക്കും നമുക്കിങ്ങനെ എക്സ്റ്റേണൽ ക്യാം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാം SJ8 Pro എന്ന് പറഞ്ഞ വേർഷൻ ക്യാമറയാണ്. അതിൽ C ടൈപ്പ് അഡാപ്റ്ററാണ് വരുന്നത്, ടൈപ്പ് C. അപ്പോൾ ടൈപ്പ് C ഉള്ള ഏത് ക്യാമറയ്ക്കും ഈ എക്സ്റ്റേണൽ മൈക്ക് അഡാപ്റ്റർ കമ്പാക്റ്റബിൾ ആണ്. ഇത്തരം പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്ഷൻ ക്യാം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ GoPro ആണ് വരുന്നത്. GoProയുടെ പകുതി വിലയിൽ നമുക്ക് എസ് ജെ ക്യാം കിട്ടും. നല്ല റിസൾട്ടുള്ള ക്യാമറയാണ്. 4K 60 നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒറ്റ ഡ്രോബാക്ക് ഉള്ളൂ, കമ്പനി ഇതിന് എക്സ്റ്റേണൽ മൈക്ക് അഡാപ്റ്റർ തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻബിൽഡ് മൈക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മൈക്കോടെ കിട്ടുന്നുണ്ട്. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ നമുക്ക് വയർലെസ് മൈക്സ് ഒന്നും ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ടൈപ്പ് C ഉള്ള എല്ലാ ക്യാമറകൾക്കും ഞാനിപ്പോൾ പറയുന്നത് പോലെ ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് Cയിൽ മെയിൽ പിൻ ബോർഡാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നമുക്ക് A സൈഡും B സൈഡും ഉണ്ട് കണക്ഷൻസ്, അത് വഴിയെ പറയാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 3.5mm സ്റ്റീരിയോ ഫീമെയിലാണ്. ഇപ്പോൾ കാണുന്ന പോലെ സ്റ്റീരിയോ ഫീമെയിൽ. പിന്നെ നമുക്കൊരു 1/2 മീറ്ററോ അത് നിങ്ങളുടെ എത്രയും നിങ്ങൾക്ക് ലെങ്ത് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷീൽഡ് വയർ വേണം, സ്റ്റീരിയോ ഷീൽഡ് വയർ. ഇതേപോലെ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള പോയിൻറ്റ്സിൽ നമുക്ക് സോൾവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അറിയുന്ന വ്യക്തിക്ക് ഇത് നിഷ്പ്രയാസം ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാത്തവർ ഈ വീഡിയോ ഇലക്ട്രോണിക്സ് ഒരു ടെക്നീഷ്യനെ കാണിച്ച് അവർക്ക് ഉണ്ടാക്കി തരാൻ വിശ്വാസം പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതേപോലത്തെ ബോർഡിന് നമുക്ക് A സൈഡും B സൈഡ്സും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് A സൈഡാണ്, ഇത് B സൈഡ്. ഇപ്പോൾ ഈ രണ്ട് സൈഡിലും നമുക്ക് ആവശ്യമുള്ള കണക്ഷൻസ് ഞാൻ പറയാം. പിന്നെ ഇത് ടൈപ്പ് C സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ടൈപ്പ് C, ഇത് 3.5mm സ്റ്റീരിയോ. ടൈപ്പ് C ഉണ്ട്, ടൈപ്പ് C മെയിലാണ് വേണ്ടത്. അതിൽ നമുക്ക് A സൈഡിൽ വരുന്നത് A2 ഉള്ള പിന്നാണ് വേണ്ടത്, അത് ലെഫ്റ്റ് സൈഡ്. B സൈഡ് വരുമ്പോൾ അത് പറയാം. പിന്നെ A സൈഡിൽ നമുക്ക് ആവശ്യമുള്ളത് A5ഉം A11ഉം, അത് ഗ്രൗണ്ട് കണക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും കൂടി ഷോർട്ട് ചെയ്തിട്ട് എടുത്താലും മതി. പിന്നെ B സൈഡ് ഞാൻ പറഞ്ഞുതരാം. B സൈഡ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ആവശ്യമുള്ള ലീഡ്സിൽ നമുക്ക് കുറച്ച് സോൾഡർ അപ്ലൈ ചെയ്ത് വെക്കാം. B സൈഡ് വരുന്നത് B11 എന്ന് പറഞ്ഞ പിന്നെടുക്കാം, അത് നമുക്ക് റൈറ്റ് ചാനലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് A2, B11, A5. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതേപോലെ ഇരിക്കും നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എക്സ്റ്റേണൽ മൈക്ക് അഡാപ്റ്ററായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിങ്ങനെ നിർമ്മിച്ചെടുത്തതിന് ശേഷം ക്യാമറ സെറ്റിങ്സിൽ പോയി അതിൽ എക്സ്റ്റേണൽ മൈക്ക് അഡാപ്റ്റർ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്താൽ മാത്രമേ എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്ന പോലെ ബോയുടെ ഷോർട്ട് ഗൺ മൈക്കാണത്. അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ നിർമ്മിച്ചെടുത്തത്. ഇതിന് ശേഷം എനിക്ക് സുഖമായ നല്ലൊരു ഓഡിയോ റെക്കോർഡിങ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വയർലെസ് ഒരുപാട് മൈക്സ് ഉണ്ട്. 2000 തൊട്ട് ഒരു 25,000 വരെ, 30,000-40,000 വരെയൊക്കെ ഉള്ള വയർലെസ് മൈക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ എസ് ജെ ക്യാമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബോയ നിങ്ങൾ കാണുന്ന പോലെ. അപ്പോൾ ഇത് ഞാൻ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അത് ഫീമെയിൽ ടൈപ്പ് C മെയിൽ ബോർഡ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഇട്ടേക്കാം. പിന്നെ 3.5mm ഫീമെയിൽ അത് ഏത് ഇലക്ട്രോണിക്സ് ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത്. ആകെ 2 മെറ്റീരിയൽ മാത്രം മതി. ഷീൽഡ് വയറും ഇലക്ട്രോണിക്സ് കടയിൽ കിട്ടും. അപ്പോൾ ഇതാണ് ഇത്രയും ഉള്ളത്. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ കണക്ഷൻസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക. ഇപ്പോൾ SJ8 Pro ഇത് കുറച്ച് പഴയ മോഡലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ നമ്മുടെ ഡുവൽ സ്ക്രീനിലാണ് വരുന്നത്. ഫ്രണ്ടിലും നമുക്ക് സ്ക്രീൻ ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അതിലും നമുക്ക് ടൈപ്പ് C ആണ് വേണ്ടത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.